പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിൽ നിന്നും ആദ്യമുണ്ടായ ആക്രമണം അത് ഇറാൻ ചെറുക്കുന്നു. തിരികെ ഇസ്രായേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ഈ ആക്രമണത്തിന്റെ ഭാഗമായുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനിൽ നിന്നും മിസൈലുകൾ ഖത്തറിലേക്കും അബുദാബിയിലേക്കും ഒക്കെ തന്നെ പോകുന്നു. ബഹ്റൈനിലും ഒമാനിലും ഒക്കെ തന്നെ മിസൈലുകൾ പതിക്കുന്നതായ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള പുതിയ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി ഉപയോഗപ്പെടുത്തുന്നു ഈ ആക്രമണത്തിന് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഗൾഫ് മേഖലയിലെ സാഹചര്യം എന്ന് നമുക്കറിയാം. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, ഗൾഫ് രാജ്യങ്ങളിലാകെ തന്നെ ഒരു ആശങ്കയുടെ നിഴൽ ഇപ്പോൾ പതിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ രാജ്യങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാവുന്നു, മിസൈലുകൾ പതിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? UAE അടക്കം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? യെസ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലാകെ ആക്രമണത്തിനുള്ള ശ്രമങ്ങൾ ഇറാനിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ അത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ വ്യോമതാവളങ്ങൾ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഇറാന്റെ നീക്കമാണ് എന്ന കാര്യം വ്യക്തമാണ്. പ്രധാനപ്പെട്ട എല്ലാ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഈ ആക്രമണം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ 2025 നടന്ന അതേ തന്ത്രം ആ രീതിയിൽ ഇറാൻ ഒരിക്കൽ കൂടി ഇവിടെ പുറത്തെടുക്കുന്നു എന്നാണ് കരുതാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഖത്തറിൽ അടക്കമുള്ള ജനങ്ങൾ അവർ പരിഭ്രാന്തരാണ്. റഹീസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. റഹീസ്, ഗൾഫ് രാജ്യങ്ങളിലാകെ ആശങ്ക നിഴലിക്കുകയാണ്. ഈ രീതിയിൽ ഇറാന്റെ ആക്രമണങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. ബഹ്റൈനിലും ഒമാനിലും ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലും അബുദാബിയിലും സ്ഫോടനം ഉണ്ടായെന്നാണ്. എന്താണ് UAE യിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, നിലവിൽ ആശങ്കയുയർത്തുന്ന വിവരങ്ങൾ തന്നെയാണ് UAE നിന്നും പങ്കുവയ്ക്കാനുള്ളത്. അല്ലെങ്കിൽ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാകെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ആശങ്കയുയർത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ബഹ്റൈനിലെ വിവരങ്ങളാണ് കൂടുതൽ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. ഏകദേശം 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അവിടെ ആളുകൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 10ലധികം തവണ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ബഹ്റൈനിൽ നിന്നും നിലവിൽ വരുന്നത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത്തരത്തിൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ വലിയ സ്ഫോടനം ബഹ്റൈന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ജുഫൈർ ഭാഗത്തു നിന്നും പുകയുയരുന്നതിന്റെ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ ദൃശ്യങ്ങളുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പുകൾ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഗൾഫ് മേഖലയിൽ ഒന്നാകെ ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരം തന്നെയാണ് പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് UAE നിന്നും ഏറ്റവും സ്ഥിരീകരിച്ചു പറയാൻ കഴിയുന്നത് ഔദ്യോഗികമായി UAE വ്യക്തമാക്കിയിട്ടുള്ള ഒരേ ഒരു കാര്യം UAE വ്യോമാതിർത്തി താൽക്കാലികമായും ഭാഗികമായും അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് UAE ഔദ്യോഗികമായിട്ട് പറയുന്നത്. താൽക്കാലിക നിയന്ത്രണം എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ UAEയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വരുന്നു. അതിനപ്പുറം ഖത്തറിലും ഇത്തരത്തിൽ ഈ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിന്ന് എല്ലാവരും അകന്നു നിൽക്കണമെന്നും വീടുകളിൽ തന്നെ തുടരണമെന്നും അവിടെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങണം എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ ഗൾഫ് മേഖലയിലെ ഓരോ പ്രദേശത്തു നിന്നും ഓരോ രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരികയാണ്. ഇതിനപ്പുറത്ത് പ്രജിൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അബുദാബിയിലടക്കം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം UAE എവിടെയെങ്കിലും സ്ഫോടനം ഉണ്ടായതായി ഉള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മറിച്ച് ഈ ബഹ്റൈനിൽ ഉണ്ടായ സ്ഫോടനം, ഒപ്പം തന്നെ ഖത്തറിൽ, കുവൈറ്റിൽ, അബുദാബിയിൽ, റിയാദിൽ ഇവിടെ ഒക്കെയും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നത്. വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊന്നും ഒരു തരത്തിലും ഈ രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഈ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമ മേഖലയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഒരു ടെറിട്ടോറിയിൽ നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു UAEയുടെ പ്രഖ്യാപിത നയം. അത് കഴിഞ്ഞ ദിവസം അടക്കം അവർ വിശദീകരിച്ചതാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത് അൽഡഫ്ര എയർബേസിലാണ്
എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പക്ഷേ അത് UAE സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഖത്തറിലെയും ബഹ്റൈനിലെയും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം അവിടെ നിന്ന് ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഗൾഫ് മേഖല ഒന്നാകെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരു ഭീതിയിലേക്ക് അല്ലെങ്കിൽ ആശങ്കയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ അലയൊലികൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല പ്രധാനമായിട്ടും ഇറാൻ ലക്ഷ്യം വെക്കുക ഇത്തരത്തിൽ അമേരിക്കയുടെ നേവൽ ക്യാമ്പുകൾ ഉൾപ്പെടെ ഈ ഗൾഫ് മേഖലയിലുള്ള പ്രദേശങ്ങളെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ വ്യക്തമായതാണ്. അപ്പോൾ അതിന് പിന്നാലെ എന്തായാലും സുരക്ഷ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെയും ഈ ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നിലവിൽ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ വ്യോമാതിർത്തി അടച്ചതിനപ്പുറത്തേക്ക് UAE സ്ഥിതിഗതികൾ സാധാരണ രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബുദാബിയിൽ അല്പസമയം മുൻപും ഇത്തരത്തിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായതായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലായി സൗദിയെ കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായ ഒരു സ്ഥലമായി സൗദിയെ കൂടി എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അവിടെയും അത്തരത്തിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അമേരിക്ക ഇവിടെയുള്ള തങ്ങളുടെ കോൺസുലേറ്റുകൾ, എംബസികൾ ഒക്കെയും പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് കൃത്യമായ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകുന്നു എന്നാണ് UAE നിന്നും ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് നൽകിയ വിവരം. ഇനിയിപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഇറാൻ ഈ ആക്രമണങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നത് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഭൂമിശാസ്ത്രപരമായി ഇറാനുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഇറാൻ അത് ഈ യുദ്ധത്തിന്റെ ഭാഗമായി കൂടി ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മാപ്പിൽ അത് കുറച്ചുകൂടി വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. രണ്ട് രാജ്യങ്ങൾ, ഇറാൻ, മറ്റൊന്ന് ഇസ്രയേൽ, വളരെ അകലെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ യുദ്ധം ഈ രീതിയിൽ വരുമ്പോൾ ഇവർക്ക് രണ്ടിനും ഇടയിലുള്ള രാജ്യങ്ങളെ കൂടി അത് ബാധിക്കുന്നു നിലവിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രയേലിനും നേരിട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് ടെഹ്റാൻ അടക്കമുള്ള ഇറാനിലെ മറ്റിടങ്ങളിലേക്കാണ്. ഇത്രയും ദൂരത്തേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം അത് തന്നെ സൂചിപ്പിക്കുന്നത് അകത്ത് തന്നെ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും ഇസ്രായേലിന് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്നു. ആ രീതിയിലുള്ള സംവിധാനങ്ങൾ, വിന്യാസമൊക്കെ ഇസ്രായേൽ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നേരിട്ടല്ല, മറിച്ച് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ മേഖല ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആകെ തന്നെ അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത്, ഇറാന്റെ ഏറ്റവും അടുത്തുള്ള ഈ രാജ്യങ്ങളെ നോക്കുക. ബഹ്റൈൻ, ഖത്തർ, UAE, ഒപ്പം ഒമാൻ, ഈ സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്ന സുപ്രധാന ചോദ്യമുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഖത്തറിലടക്കം US-ന്റെ, അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളമുള്ള ഒരു രാജ്യമാണ് ഖത്തർ. അപ്പം ബഹ്റൈനിലുണ്ട്. അവിടെ അമേരിക്കയുടെ കപ്പൽപ്പടയുടെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം കൂടിയാണ് ബഹ്റൈൻ. ഈ ഇടങ്ങളിലെല്ലാം തന്നെ അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്, സൈനിക കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറാനിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഈ ആക്രമണം ഏകോപിപ്പിക്കാൻ ഇറാന് കഴിയുകയും ചെയ്യും. അതിന്റെ പ്രോക്സിമിറ്റി, അതിന്റെ സാമീപ്യം അത് ഈ മാപ്പിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, എപ്പോഴും ഇറാൻ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് ഈ കടലെടുക്ക്, ഹോർമുസ് കടലെടുക്ക്. ഇത് അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മേഖലയിൽ ഈ ഒരു പാത്ത് മാത്രമാണ് ആകെ ഈ ചരക്ക് വ്യാപാരങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനമായ ഒരു കേന്ദ്രം കൂടിയ ഒരു പാത കൂടിയാണ്. ഈ കടലെടുക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇത്ര ചരക്ക് നീക്കം മൊത്തമായി അങ്ങ് ക്ലോസ് ആവുകയും ചെയ്യും. അതൊരു പുതിയ തന്ത്രം എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇറാൻ പയറ്റിയ തന്ത്രമാണ്. പക്ഷെ അതിവിടെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത ഇപ്പോൾ ഏറി വരുന്നു. കാരണം ഇറാൻ ലക്ഷ്യമിടുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ ഭാഗത്തേക്ക് അറിഞ്ഞോ അറിയാതെയോ ഗൾഫ് രാജ്യങ്ങൾ കൂടി വരികയാണ്. ഈ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ സ്വാഭാവികമായിട്ടും സമ്മർദ്ദ തന്ത്രങ്ങളുമായി വരും. ഇസ്രായേലിന്റെയും ഇറാനും ഇടയിൽ അവരൊരു പാലമായി നിൽക്കും. ഒരു സമാധാന ചർച്ചയുണ്ടാകാം. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം മാറിപ്പോകാം. അങ്ങനെ അതിനെ ഇറാൻ ഒരു തന്ത്രമായി അല്ലെങ്കിൽ ഒരു ആക്രമണ ശൈലിയായി, ഒരു പ്രതിരോധ ശൈലി, ഒരേ സമയത്ത് പ്രതിരോധവും ആക്രമണവും ആ രീതിയിലെ തന്ത്രമായി ഇറാൻ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഇനിയിപ്പോൾ ഏറ്റവും സ്വാഭാവികമായും അതിനോട് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്, അമേരിക്ക എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അമേരിക്കയുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങളാണ് ഈ ഗൾഫ് മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും തന്നെ. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഒരു സഖ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകാം. അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് വരും മണിക്കൂറിൽ അതെല്ലാം ക്രൂഷ്യലാവുകയാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഇറാന്റെ ആ പ്രത്യേകത ഇറാൻ ആ രീതിയിൽ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു എന്ന കാര്യം വ്യക്തവുമാണ്. KR ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ചേരുകയാണ്. KR ജി,
നോക്കുക, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ എന്നുള്ള ആക്രമണം ഇറാൻ നടത്തുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറുകളായി കൂടുതലായി മിസൈലിൽ പതിച്ചിരിക്കുന്നത് ഖത്തറിലും ബഹ്റൈനിലും UAE-യിലും ഒക്കെയാണ്, സൗദി അറേബ്യയിൽ അടക്കമാണ് എന്ന പുതിയ റിപ്പോർട്ടുകൾ വരികയാണ്. എന്താണ് കഴിഞ്ഞ 2025 നമ്മൾ കണ്ട അതേ തന്ത്രം തന്നെ ഇറാൻ പയറ്റുന്നു എന്നുള്ളതാണോ? ഇനി ഏറ്റവും ഒടുവിൽ ഈ ഹോമുസ് കടലിടുക്ക് കൂടി അടക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇറാൻ നീങ്ങുമോ? അതേസമയം ഇനി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഇസ്രയേലും അമേരിക്കയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.